ഇഫ് യു ആർ ടയർഡ് ഓഫ് ലിവിങ് എ ഷിറ്റി ലൈഫ്, ഗോൾസുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അച്ചീവ് ചെയ്യണില്ല, ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, ഫോക്കസ് കിട്ടണില്ല, ലൈഫ് ഈസ് ഫുൾ ഓഫ് കെയോസ് ആൻഡ് യു ജെനുവിൻലി വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലൈഫ് ആൻഡ് ഗെറ്റ് അഹെഡ് ഓഫ് മോസ്റ്റ് പീപ്പിൾ, ദെൻ മൈ ഫ്രണ്ട് ദിസ് വീഡിയോ ഇസ് ഫോർ യു. അപ്പോൾ ഈ മങ്ക് മോഡ് എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CA ഫൗണ്ടേഷനിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴാണ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള മങ്ക് മോഡ് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യണില്ല. കാരണം അന്ന് വർക്കൗട്ടിനോ ഫുഡിനോ സ്ലീപ്പിനോ ഒന്നും ഞാൻ വല്ലാതെ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിരുന്നു. എങ്കിലും 5-6 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളായിരുന്നു. ഫുഡ് എന്തൊക്കെ കഴിക്കാൻ പറ്റണം അത് കഴിക്കും. ആ രീതിയിൽ എപ്പോഴും സ്റ്റഡി എന്നുള്ള രീതിയിലായിരുന്നു മുമ്പോട്ട് പോയിരുന്നത്. സോ ദാറ്റ്സ് വൈ ഐ ആം നോട്ട് റെക്കമെൻഡിങ് ദാറ്റ് വൺ. പിന്നീട് ഞാൻ മങ്ക് മോഡ് ചെയ്തത് CA ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്തപ്പോഴാണ്. അവിടെ കുറച്ചുകൂടി ബെറ്റർ രീതിയിലാണ് ഞാൻ ചെയ്തത്. അന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു, വർക്കൗട്ട് ഉണ്ടായിരുന്നു, സ്ലീപ്പിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തു, ഫുഡ് കുറച്ചുകൂടി ഹോംലി ഫുഡ് കൂടുതൽ കഴിച്ചു, ഷിറ്റി ഫുഡുകൾ ഒഴിവാക്കി, ഈ രീതിയിൽ പോയി. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി, സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കി, സോഷ്യൽ ഇവൻറ്റുകളും കാര്യങ്ങളും മാക്സിമം കട്ട് ചെയ്തു. ആൻഡ് ഡു യു നോ വാട്ട് ദ റിസൾട്ട് വാസ്? ഐ ക്രാക്ക്ഡ് ബോത്ത് CA ഫൗണ്ടേഷൻ ആൻഡ് CA ഇന്റർ ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ മങ്ക് മോഡ് പോയത് കഴിഞ്ഞൊരു 2 മാസം ആ ഒരു ടൈം പീരീഡിലായിരുന്നു. ഏകദേശം ഒരു 40-50 ദിവസം ഫോക്കസ് പീരീഡും ഏകദേശം ഒരു ആഴ്ച റെസ്റ്റ് കൊടുത്തു. അപ്പോൾ ഈ 40-50 ദിവസം കൊണ്ട് ഫോക്കസ് പീരീഡിൽ പോയിട്ട് ഈ എന്താ അച്ചീവ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞൊരു 2 മാസമൊക്കെ ആയിട്ടാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു പീരീഡ്, അതായത് ഈ സ്റ്റുഡിയോൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ എന്തൊരു ചേഞ്ച് നമ്മളെ പ്രോസസ്സിൽ വരുത്തി കഴിഞ്ഞാലും, ബിസിനസ്സിലായാലും സ്റ്റഡിയിലായാലും ഒക്കെ ഒരു കംപ്ലീറ്റ്ലി ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് ആക്ച്വലി ഒന്ന് ഡ്രോപ്പ് ആവും. അതായത് അവിടെ ഒരു ലേണിംഗ് കർവ് ഉണ്ടാവും. പിന്നെ നമുക്കത് പഠിച്ച് നമുക്കൊന്ന് സെറ്റ് ആയാലേ പിന്നെ ഔട്ട്പുട്ട് കയറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഞാൻ പഴയ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ, ഈ സ്റ്റുഡിയോക്ക് വരുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നുള്ള രീതി എനിക്കറിയാം. അപ്പോൾ ആ ടൈമിൽ എനിക്ക് മുമ്പ് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഫോക്കസ് ആയിക്കാണ്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് കുറച്ച് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റുഡിയോക്ക് വന്നതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഡോപ്പമിൻ ഡീറ്റോക്സിൻ്റെ വീഡിയോസ് ഏകദേശം ഒരു 30K കയറിയാണ്. അതുപോലെ സ്റ്റഡി വീഡിയോസ് 2 ഉണ്ട്, ഏകദേശം 20K പ്ലസ് ഉള്ളത്. പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല കണ്ടന്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം ഞാൻ ഔട്ട്ലയേഴ്സ് ക്ലബ്ബിൽ അതിന് കൂടെ ഏകദേശം ഒരു 1 മന്ത്, ആ ഒരു 1 മന്ത് 2 മന്ത് ഗ്യാപ്പിൽ അടിപൊളി ഗൈഡുകൾ ഉണ്ടാക്കി. അതിലൊന്നാണ് നമ്മളെ പ്രൊഡക്ടിവിറ്റി ഗൈഡ്, ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ഞാൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ബണ്ടിൽ ക്രിയേറ്റ് ചെയ്തു, വിത്തൗട്ട് ലൂസിങ് ദ ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ യൂട്യൂബ്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? മങ്ക് മോഡിൽ പോയതുകൊണ്ടാണ്. ആ ഒരു 40-50 ദിവസം എന്ന് പറയുന്നത് ഫുള്ള് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതുപോലെ തന്നെ ചീപ്പ് ഡോപ്പമിനൊക്കെ ഒഴിവാക്കി, ഫുള്ള് വർക്കൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ടാസ്കിലാണ് ഫുൾ പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. വർക്കൗട്ടിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ പല ദിവസങ്ങളും എനിക്ക് 12 മണിക്കൂർ 13 മണിക്കൂർ പ്ലസ് ഒക്കെ പണിയെടുക്കേണ്ട ദിവസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അത്രയും ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഉണ്ടാക്കണം, അതിനുവേണ്ടി പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം, ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, കുറേ പണിയുണ്ട്. അപ്പോൾ അതിന് എനിക്ക് അത്യാവശ്യം ടൈം എടുക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കണ്ടന്റ് അല്ലെങ്കിൽ ബിസിനസ്, സെക്കൻഡ് പ്രയോറിറ്റി ഫിറ്റ്നസ് എന്നുള്ള രീതിയിലാകുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റിക്ക് സമയം കൊടുത്തുകൊണ്ട് സെക്കൻഡ് പ്രയോറിറ്റി എനിക്ക് പല ടൈമിലും മിസ്സായിട്ടുണ്ട്, വർക്കൗട്ട് മിസ്സായിട്ടുണ്ട്. അങ്ങനെ ആ 40-50 ദിവസം ഇന്റൻസ് ഫോക്കസിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ ഒരു 1 വീക്ക് റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞ ഒരു 3 വീഡിയോസ് അല്ലെങ്കിൽ 4 വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റിയിലുള്ള ഡ്രോപ്പ് മനസ്സിലാവും. ആ ഒരു ഐസ് ബാത്തും അതിന് ശേഷമുള്ള അതിന് മുമ്പത്തെ വീഡിയോസ്. അപ്പോൾ ആ ഒരു വീഡിയോസ് ശരിക്കും ഞാൻ ആ ഒരു വീക്കിൽ ഷൂട്ട് ചെയ്തതല്ല, അതിന് മുമ്പത്തെ വീക്കിൽ മറ്റ് വീഡിയോസിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തതാണ്. ആ വീക്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണ്. അത് എന്തിനു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീക്ക് എനിക്ക് ഓഫ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ കണ്ട ഐസ് ബാത്ത് വീഡിയോ മാത്രമാണ് ആ വീക്കിൽ എടുത്തത്. അത് ആക്ച്വലി അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എടുത്തൊന്നല്ല, ഞങ്ങൾ ഐസ് ബാത്ത് ചെയ്യാൻ പോയപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ഒരു വ്ളോഗ് ആയിക്കാണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ആ ഒരു വീക്കിൽ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ എൻജോയ് ചെയ്തു, ഞങ്ങൾ പല ഫുഡുകളും കഴിച്ചു, സീഡ് ഓയിൽ കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, ഉറക്കം സാക്രിഫൈസ് ചെയ്തു, ഈ സംഭവങ്ങളൊക്കെ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി നീഡഡ്. കാരണം കുറച്ച് കാലം നമ്മൾ സ്പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലയേഴ്സ് ക്ലബ്ബിൽ ഇപ്പോൾ നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണ്, നിങ്ങൾ ഓരോ ആസ്പെക്റ്റുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം, സ്ലീപ്പ്, ഫിറ്റ്നസ്, ഡയറ്റിംഗ്, ഇതിൻ്റെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡുകളാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അതായത് യൂട്യൂബിൽ നമ്മളൊരു ഓവറോൾ ആയിട്ടുള്ള വീഡിയോസ് ഓരോന്ന് ചെയ്യുമ്പോൾ ഇത് ഓരോ ടോപ്പിക്കുമല്ലും നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് പറ്റിയ ഓരോ ടോപ്പിക്കിൻ്റെയും സ്റ്റോറി, സ്ട്രാറ്റജി, അങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡുകളാണ് ഔട്ട്ലയേഴ്സ് ക്ലബ്ബിൽ ചെയ്യുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ അപ്ഡേറ്റ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഔട്ട്ലയേഴ്സ് ക്ലബ്ബിൽ. അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ. റൈറ്റ് നൗ ഐ ആം ഓൺ മങ്ക് മോഡ് അഗെയിൻ ആൻഡ് എക്സ്പെക്ട് സം ബാങ്ങർ കണ്ടന്റ്സ് ആൻഡ് ഗൈഡ്സ്. ഞാനിതിൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ സയൻസ് പറഞ്ഞുതരാം. ബീയിങ് എക്സ്ട്രീം ചേഞ്ചസ് യുവർ ബ്രെയിൻ. ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് എവറിത്തിങ് അറ്റ് വൺസ്, അതായത് കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ദാൻ ചേഞ്ചിങ് 1 തിങ് അറ്റ് എ ടൈം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്ക് 2 എക്സാമ്പിൾ തരാം. അതിൽ എക്സാമ്പിൾ 1 നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫിറ്റ്നസ്സിലേക്ക് വരുന്ന ഒരാളാണ്, ഫിറ്റ്നസ് വേണം ജീവിതത്തിൽ, ഇങ്ങനെ നടന്നാൽ പോരാന്ന് തീരുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എക്സാമ്പിൾ 1 എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കൗട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുന്നു, നിങ്ങൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം.
നിങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നു, വേറൊരു കാര്യങ്ങൾ നിങ്ങൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, പക്ഷേ നിങ്ങൾ ഫിറ്റ്നസ് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ വർക്കൗട്ട് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, ട്രെയിനർ പറയണൊക്കെ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം 2 മാസമൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങളിപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് രാത്രി, അതുപോലെ ഉറക്കം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ 5-6 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടാവുള്ളൂ. ഫുഡാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉച്ചക്ക് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഐസ്ക്രീം, ഷുഗർ, ഇങ്ങനത്തെ കാര്യങ്ങളും വീട്ടിൽ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കഴിക്കലുണ്ട്, തോന്നുമ്പോൾ കഴിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇവിടെ വളരെ രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. നോർമലി ഈ ഒരു വർക്കൗട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, റിസൾട്ട് ഒന്നും കാണൂല, നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും. അതുപോലെ തന്നെ നിങ്ങളെ ബാക്കി ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താത്തതുകൊണ്ട് ഇവിടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ രീതിയിൽ ബുദ്ധിമുട്ടായിക്കാരം, ഭയങ്കര സ്ട്രഗിൾ ആയിക്കാരം. അതേസമയത്ത് ഞാനൊരു എക്സാമ്പിൾ 2 പറഞ്ഞുതരാം. അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മാറ്റി. ഇൻസ്റ്റെഡ് ഓഫ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഒരു അൺഹെൽത്തി ലൈഫിൽ നിന്ന് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എടുത്തു. നിങ്ങളൊരു 7 to 9 മണിക്കൂർ ഉറങ്ങാൻ തുടങ്ങി, ഉറക്കത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. ഏകദേശം ഒരേ സമയത്ത് കടന്ന് ഒരേ സമയത്ത് എണീക്കുന്ന ഒരു അരമണിക്കൂർ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, ആ രീതിയിലാക്കാൻ തുടങ്ങി. ഫുഡ് കൂടുതൽ പ്രോട്ടീൻ കൊണ്ടുവരാൻ തുടങ്ങി, ഷിറ്റി ഫുഡുകളൊക്കെ ഒഴിവാക്കാൻ തുടങ്ങി, വീട്ടിൽ നിന്ന് ഐസ്ക്രീംസും ബേക്കറി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. അതുപോലെ തന്നെ വർക്കൗട്ട് ക്ലോത്ത്സുകൾ വാങ്ങി. ഇങ്ങനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് എന്ത് ചെയ്തു, വർക്കൗട്ടും കൂടി ആഡ് ചെയ്തു. അതായത് ഇതെല്ലാം ഒപ്പം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺസിസ്റ്റൻ്റ് ആയി നിൽക്കാനും ഭയങ്കര സുഖകരം. അതുപോലെ തന്നെ 6 മാസം 1 കൊല്ലമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ നല്ല റിസൾട്ടുകൾ ഇങ്ങനെ കണ്ടു തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് എവറിത്തിങ് അറ്റ് വൺസ് ദാൻ ചേഞ്ചിങ് വൺ തിങ് അറ്റ് എ ടൈം. പക്ഷേ അതിനർത്ഥം നിങ്ങളെല്ലാം ഒപ്പം ട്രൈ ചെയ്യണമെന്നല്ല. നിങ്ങൾ മൊയ്ത്തായി, ജിമ്മ്, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ ബിസിനസ്, അതുപോലെ നിങ്ങളെ കോഴ്സിന് പ്രയോറിറ്റി കൊടുക്കുന്നു, അതുപോലെ റിലേഷൻഷിപ്പ് എല്ലാം ഒപ്പം ട്രൈ ചെയ്യണമെന്നല്ല. പക്ഷെ നമ്മൾ ഏതാണോ ട്രൈ ചെയ്യുന്നത് അതിലൊരു കംപ്ലീറ്റ് ചേഞ്ച് വരുത്താം. നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ചെളി കലക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, അതൊരു ചെളിവെള്ളമാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിലുള്ള മണ്ണ് എന്താവും, അടിയിൽ പോയി സെറ്റിലാവും. പിന്നെ മുകളിൽ ക്ലിയർ വാട്ടർ നമുക്ക് കിട്ടും കുറച്ച് ടൈം കഴിയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് കെയോസ് ആണ്. ഇതുപോലെ ഈ ചെളിവെള്ളം കലക്കിയ പോലെയാണ്. ചെളിവെള്ളം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ മങ്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ ചെളി സെറ്റിലായിട്ട് നമുക്കൊരു ക്ലിയർ വാട്ടർ കിട്ടുന്ന പോലെയാണ്. നമുക്ക് ഒരേ സാധനത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു അനോളജി മനസ്സിലായോ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൗ ടു ഡു ഇറ്റ്. ഇത് ആക്ച്വലി അങ്ങനെ ഒരു റൂൾസും കാര്യങ്ങളൊന്നുമില്ല, ഇന്ന രീതിയിൽ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊന്നും. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ വേർഷൻസ്. ചില ആൾക്കാർ പ്രൊജക്റ്റ് 50 ചെയ്യും, ചില ആൾക്കാർ 75 ഹാർഡ് ചെയ്യും, ചില ആൾക്കാർ 100 ഡേ പ്രൊജക്റ്റ് 100 എന്നുള്ള രീതിയിൽ ചെയ്യും, ചില ആൾക്കാർ 100 ഡേയ്സ് ചലഞ്ച് എന്നുള്ള രീതിയിൽ ചെയ്യും. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ വേർഷൻസ്. ഞാൻ എന്ത് ചെയ്തരാം, ഞാൻ ചെയ്തൊരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആഫ്റ്റർ ബീയിങ് സോ സിക്ക് ആൻഡ് ടയർഡ് ഓഫ് യുവർ റെഗുലർ ലൈഫ്, ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം മടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് തീരുമാനിക്കണം, യു ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ആർ യുവർ നോൺ നെഗോഷ്യബിൾസ്. അതായത് ഇനി അങ്ങോട്ട് മങ്ക് മോഡിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സംഭവങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം. ഇന്ത്യ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതിന് മുമ്പ് ആ നെഗോഷ്യബിൾസ് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ പീരിയഡ് തീരുമാനിക്കണം. മങ്ക് മോഡിൻ്റെ എത്ര ദിവസമാണ് നിങ്ങൾ സ്പ്രിൻറ്റ് ചെയ്യുന്നത്, എത്ര ദിവസമാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. അത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെയാലും ഒരു ഏകദേശം ഒരു 80-20 അല്ലെങ്കിൽ 70-30 എന്നുള്ള പ്രപ്പോർഷനിലൊക്കെ ചെയ്യാം. 70% നമ്മൾ സ്പ്രിൻറ്റിലായിരിക്കും, ഒരു 20-30% നമ്മൾ റെസ്റ്റിലായിരിക്കും. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീക്ക് ഫുള്ള് പണിയെടുത്താണ്ട്, അതായത് ഒരു 6 ദിവസമൊക്കെ ഫുള്ളി മങ്ക് മോഡിൽ പോയിട്ട് സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. അതായത് ഇപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ ഫുൾ എക്സ്ട്രീം വർക്കിലാണ്, ഞായറാഴ്ച റെസ്റ്റ് എടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 25 ദിവസം, ഒരു മാസത്തിൽ 25 ദിവസം വർക്കിൽ ചെയ്യുന്നു, പിന്നെ ഒരു 5 ദിവസം ആണെങ്കിൽ റെസ്റ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാസം അടുപ്പിച്ച് ട്രൈ ചെയ്യാം, എന്നിട്ടൊരു 1 മന്ത് എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു കോഴ്സിനും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസമൊക്കെയാണ് പഠിക്കാൻ ടൈം എന്നുണ്ടെങ്കിൽ ആ 3 മാസം ഫുള്ളി കംപ്ലീറ്റ്ലി മങ്ക് മോഡ് പോയതിന് ശേഷം എക്സാം എഴുതി നല്ല രീതിയിൽ എഴുതിയതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. വർക്ക് ഹാർഡ് പ്ലേ ഹാർഡ് എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ സാധാ ആൾക്കാർ എങ്ങനെ ചെയ്യുക വെച്ചാൽ അവർക്ക് വർക്കും ചെയ്യേണ്ടി വരും, അതേസമയം അവർക്ക് എൻജോയും ചെയ്യേണ്ടി വരും. ഇത് രണ്ടും കൂടി അവർ മിക്സ് ചെയ്യും. എന്നിട്ട് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ വർക്ക് ചെയ്താൽ മതിയിരുന്നു, വർക്ക് ചെയ്തില്ലെങ്കിൽ കുറച്ച് മെച്ചമുണ്ടായിരുന്നു. എന്നിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചിന്തിക്കും, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് ഇങ്ങോട്ട് പോകണം, ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെറുതെ വർക്ക് ചെയ്തെടുക്കാം. ഈ രീതിയിലേക്ക് ആ രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കുറവേക്കാരം. ഒരേ സ്ഥാനത്തിൽ കുറച്ചാലും ഫോക്കസ് ചെയ്യുക, പിന്നെ റെസ്റ്റ് എടുക്കുക. ഇനി ഞാൻ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഞാൻ നോൺ നെഗോഷ്യബിൾസ് ആയിട്ട് കണ്ടിരുന്ന സാധനങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് 1 1 to 4 hours ഓഫ് ഡീപ്പ് അൺഇൻറ്ററപ്റ്റഡ് വർക്ക്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇതിപ്പോൾ നിങ്ങളൊരു 9 to 5 പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ്സിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ സൈഡായിട്ടൊരു സംഭവം ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ കോഴ്സ് ചെയ്യുന്ന ആ കോഴ്സിൽ നിങ്ങൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ പ്രയോറിറ്റി. 1 to 4 hours ഞാൻ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളെ പ്രയോറിറ്റി. അതല്ല നിങ്ങളൊരു 9 to 5 ഒക്കെ പോകുന്ന ആളാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇൻകം സ്ട്രീം ബിൽഡ് ചെയ്യണം, പുതിയൊരു സ്കില്ല് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1 to 4 hours നിങ്ങൾ എന്ത് ചെയ്യണം, ഡീപ്പ് അൺഇൻറ്ററപ്റ്റഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ 9 to 5 പോകുന്ന ആളെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് രാവിലെ എണീറ്റാണ്ടോ അല്ലെങ്കിൽ അവിടുന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 to 9 ഒക്കെ നിങ്ങൾക്ക് ഉള്ള ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള ടൈമാണ്.
ആ ഒരു ടൈം മെയിനായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക, നല്ല കണ്ടന്റുകൾ ബിൽഡ് ചെയ്യുക, നല്ല സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്യുക, ബിൽഡിംഗ് എന്നുള്ള ടൈം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ സ്കില്ലിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ കോഡിങ്, പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ ഡിസൈനിങ്, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ ആർട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സ് സ്റ്റഡി ചെയ്യണം, എന്തും ആയിക്കോട്ടെ. ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മളെ ഒരു സംഭവം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്താണ് ഡിസ്റ്റൻസിങ് ഫ്രം ഓൾ ദ നോയ്സസ് ആൻഡ് ബിക്കമിങ് ഒബ്സെസ്ഡ് വിത്ത് ദ ഗോൾ. ഈ നോയ്സ് ആൻഡ് സിഗ്നൽ പറഞ്ഞ സംഭവങ്ങളുണ്ട്. നോയ്സ് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. സിഗ്നൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ ടാസ്ക് അല്ലെങ്കിൽ ആ ഗോളായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ആൾക്കാർ വെച്ചാണ് പറയുമ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിനൊക്കെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ കൂടുതലാണ്, എലോൺ മസ്കിന് വളരെ കൂടുതലാണെന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഓല് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഓല് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആൻഡ് ഓലെ ഗോളായിട്ട് ഭയങ്കര രീതിയിൽ റിലേറ്റ് ചെയ്ത സംഭവങ്ങളായിക്കാരം. ഒക്കെ ഒരു ക്ലിയർ കട്ട് ആക്ഷൻസ് ആയിക്കാരം. അതിൽ കുറേ ഫ്ലഫും കാര്യങ്ങളും എൻജോയ്മെൻറ്റും പാർട്ടി അതെല്ലാം കൂടി മിക്സ് ചെയ്താണ് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും മിക്സ് ചെയ്ത ലൈഫ് ആവില്ല. ഈ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഡിസ്ട്രാക്ഷൻസ് ആണ്. പക്ഷെ നമ്മളെ കേസിൽ, നമ്മളെ ലൈഫിൻ്റെ കേസിൽ പറയുമ്പോൾ സിഗ്നലും നോയ്സിലും, ഇവിടെ നോയ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആൾക്കാരുണ്ടാവാം, ഇവൻറ്റുകൾ ഉണ്ടാവാം, സോഷ്യൽ മീഡിയ ഉണ്ടാവാം, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. ആരൊക്കെയാണോ നമ്മളെ മെയിൻ പ്രയോറിറ്റിയിലേക്ക് പോകാൻ അയക്കാതെ നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നത്, അതൊക്കെ നമുക്ക് ഇവിടെ നോയ്സ് ആണ്. അപ്പോൾ നോയ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഡിസ്റ്റൻസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഗോളിൽ നമ്മൾ ഇൻറ്റൻസിറ്റിയും ഒബ്സഷനും കൊടുക്കണം. ഈ ഇൻറ്റൻസിറ്റി ഒബ്സഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. അതായത് നമുക്ക് തന്നെ അതിലൊരു കാരണമുണ്ട്. നമ്മൾ 24/7 ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ നമ്മളെ മൈൻഡിൽ എന്താണ്, ഇന്നിപ്പോൾ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന് എങ്ങനെ എന്ത് സംഭവം പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് എന്ത് വീഡിയോ ഉണ്ടാക്കണം, ഇങ്ങനത്തെ ചിന്തയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ആൾക്കാർ എന്ത് ചെയ്യും, യൂട്യൂബ് വീഡിയോ കണ്ടാണ് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി കാത്തിക്കും, പാട്ട് വെച്ചാണ് മോട്ടിവേഷൻ കിട്ടാൻ കാത്തിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സ്പീച്ച് കേട്ടാണ് മോട്ടിവേഷൻ കിട്ടാൻ കാത്തു നിൽക്കും, മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്, അത് കുറേ കാലം ഉണ്ടാവില്ല. ഒബ്സഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് വാണ്ട് ഇറ്റ്, ലൈക്ക് നമുക്കത് വേണം, പക്ഷെ നിങ്ങളൊരു ഹാഫ് ആസിങ് ആണ് ചെയ്യുന്നത്, ഒരു 50% എഫേർട്ടേ കൊടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഫുള്ളി ഒബ്സസ്ഡ് ആയാലേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ നമ്മളെ പൗലോ കോയിലോൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞുതരാം, ആൽക്കമിസ്റ്റിലുള്ള. വെൻ യു വാണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. ഭയങ്കര സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നമ്മളെ കൂടെ നിൽക്കും അത് അച്ചീവ് ചെയ്യാൻ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ശരിക്ക് ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണത്. നമ്മൾ ശരിക്കും ഒരു കാര്യത്തിൽ ഒബ്സസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഗോളിൽ ഭയങ്കര രീതിയിൽ ഒബ്സസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട റിസോഴ്സുകൾ, ആൾക്കാരായിക്കോട്ടെ, ഐഡിയാസ് ആയിക്കോട്ടെ, റിസോഴ്സ് എന്തും ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ മൈൻഡ് അതിന് വേണ്ട സംഭവങ്ങൾ, അതായത് സിഗ്നൽ, നോയ്സ് നമ്മൾ പറഞ്ഞ നേരത്തെ ഡിസ്ട്രാക്ഷൻസ്, സിഗ്നൽ മാത്രം നമ്മളെ മൈൻഡ് ഇങ്ങനെ പിക്ക് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഇവിടെ ആപ്പിൾ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂപ്പര് എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും മൂപ്പരെ മൈൻഡ് പിക്ക് ചെയ്യുക അതേറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കണം. പുതിയൊരു സാധനം കണ്ടു, ഓക്കെ ആ ഒരു ഡിസൈനിങ് എങ്ങനെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇതിനേറ്റവും റിലേറ്റഡ് അല്ലാത്ത പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതിന് മൂപ്പരെ മൈൻഡ് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്തായിരിക്കും, ഈ ആപ്പിൾ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യാനുള്ള പുതിയ ഐഡിയാസിനെ കുറിച്ചായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെ നൈക്കിൻ്റെ ഓണർ ഫിൽ നൈറ്റ് ജപ്പാനിക്ക് പോയപ്പോൾ, പണ്ട് ജപ്പാനിക്ക് പോയപ്പോൾ മൂപ്പരെ ഓട്ടോബയോഗ്രഫിയിലുള്ളതാണ്. അപ്പോൾ അവിടെ ഒനിച്ചുക്കാനായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ, അതായത് ഒരു ഷൂ കമ്പനി ഉണ്ടായിരുന്നു ജപ്പാനത്തെ, ഓലൊരു മീറ്റിങ്ങിൽ ഓലൊരു ഷൂ ഉണ്ട്. ആ ഒരു ഷൂവിന് കുറച്ച് കുഷൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു എയർ സക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷേപ്പുള്ള സാധനമുണ്ട്. അപ്പോൾ ആ ഐഡിയ മൂപ്പർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഒക്ടോപ്പസിൻ്റെ ഒക്കെ സുഷി കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കഴിക്കുമ്പോൾ ഓലൊക്കെ ഒരു സക്ഷൻ കപ്പ് ഉണ്ടാവില്ല, ഒക്ടോപ്പസിൻ്റെ കൈമലൊക്കെ ഒരു കപ്പ് പോലെ ഒരു സംഭവം എയർ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാനുള്ള. അപ്പോൾ ആ ഒരു ഇതിനാണ് മൂപ്പർക്ക് ആ ഐഡിയ കിട്ടിയത്. ഷൂവിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റണ്ണേഴ്സിനൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിക്കാണ്ട് ഓടാൻ പറ്റുന്നുള്ള രീതിയിൽ അവിടെ ഒരു കുഷൻ ഉണ്ടാവും, എയർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവണം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഐഡിയ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല പല സാധനങ്ങൾക്കും. അപ്പോൾ അവിടെ നമ്മളൊരു സാധനത്തിൽ ഒബ്സസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് പിക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളെ ഗോളിനായിട്ട് റിലേറ്റ് ആയ സാധനങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് ഗോളായിട്ടും ബന്ധപ്പെട്ടാണ്ടല്ല, ഏകദേശം അതിനായിട്ട് റിലേറ്റ് ആയതാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു കാറ് കണ്ടു ഒരു സ്ഥലത്ത്, പിന്നെ നമ്മളെന്ത് ചെയ്യും, എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ കാർ നമ്മളിങ്ങനെ കാണും, ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ തുടങ്ങും. നമ്മളൊരു പുതിയ ഡ്രസ്സ് എടുത്തു, നമ്മൾ ആരുടെ അടുത്തും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിച്ചാണ്ട് പുതിയ ഡ്രസ്സ് എടുത്തു, ഓണത്തിനോ അങ്ങനെ വെച്ചാൽ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവും നമ്മൾ അധികം ആൾക്കാരുടെ അടുത്ത് ആ ഡ്രസ്സ് ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ പൗലോ കോയിലോ പറഞ്ഞത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, വെൻ യു വാണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയർ ടു ഹെൽപ്പ് യു ടു അച്ചീവ് ഇറ്റ് എന്ന് പറയുമ്പോൾ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡ് എവിടെ നിന്നുള്ള, അതായത് ഈ യൂണിവേഴ്സിലുള്ള എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അതിന് നമുക്ക് ആവശ്യമുള്ള സിഗ്നലുകൾ പിക്കപ്പ് ചെയ്യും എന്നുള്ളൊരു അർത്ഥങ്ങൾക്ക് അതിന് മനസ്സിലാവില്ലേ. ഇനി ഈ ഒരു ഒബ്സഷനും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും അതുപോലെ വർക്കത്തേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ എത്താൻ പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഡൈമോണിയ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. യുഡൈമോണിയ എന്ന് പറഞ്ഞാൽ ലിവിങ് ഇൻ അലൈൻമെൻറ്റ് വിത്ത് യുവർ ഹയസ്റ്റ് സെൽഫ്.
അല്ലെങ്കിൽ റീച്ചിങ് ഫുൾ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ചെയ്യുന്ന ടാസ്ക് കുറേ കാലം അതിൽ തന്നെ ഫോക്കസ് ചെയ്താണ്ട് നിങ്ങൾ അതിൽ അടിപൊളിയാവുക. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, നമ്മൾ ആൾക്കാരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ ഇവൻറ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മളെ ലൈഫിൽ നോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എപ്പോഴും ഒരാളോടും സംസാരിക്കാതെ നമ്മൾ ടാസ്ക് മാത്രം ചെയ്യാന്നല്ല. അതുകൊണ്ടാണ് അടുത്ത എൻ്റെ നോൺ നെഗോഷ്യബിൾ, എൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്, വർക്കൗട്ടും വേണം, അതുപോലെ തന്നെ സോഷ്യൽ ലൈഫും വേണം. വർക്കൗട്ട് നിങ്ങൾക്ക് എന്ത് വർക്കൗട്ട് ആയിക്കോട്ടെ, റണ്ണിങ് ആയിക്കോട്ടെ, സ്വിമ്മിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, വർക്കൗട്ട് വേണം. എന്തിനാ വെച്ചാൽ അത് നമ്മളെ ഫിസിക്കൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് വർക്ക് മാത്രമല്ല, ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെ നമ്മളെ ഗോൾ എന്താണോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണോ, അതിന് വേണ്ടി ചിലത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് നമ്മളൊരു ഇതിൽ നോക്കണമെങ്കിൽ, ജനറൽ ബ്രോഡ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് അവിടെ വേണം നമ്മളെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മളെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ നേരം പുറത്ത് സ്പെൻഡ് ചെയ്താണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കറങ്ങി നടന്നാണ്ട് നിങ്ങൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യണമെന്നല്ല. പക്ഷേ എന്നും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ, കുറച്ച് ആൾക്കാർ, കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം സംസാരിക്കാൻ ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് ഫോർ യു മെൻ്റൽ ഹെൽത്ത്. ഇപ്പം എൻ്റെ ഒരു ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ ജിമ്മിൽ തന്നെ ആൾക്കാരുണ്ട്, ജിമ്മിൽ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരോട് സംസാരിക്കുക. നമ്മൾ ട്രെയിനർ, നമ്മളെ ഒപ്പം വർക്കൗട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഓലെ കാണാം. അപ്പോൾ വർക്കൗട്ടും അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കൽ അവിടെയായി, സോഷ്യലൈസിങ് അവിടെയായി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ചില ടൈമിൽ ഓടാൻ പോലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അറിയണോലുണ്ടാവും, നമ്മൾ ഓടാൻ പോകണോലുണ്ടാവും, നമ്മളതേപോലെ. അപ്പോൾ അവരോട് സംസാരിക്കും. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ എലമെൻ്റ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നു. അതായത് നമ്മളൊരു സോഷ്യൽ ബീങ്സ് ആണ്. നമ്മളെപ്പോഴും ഒറ്റക്കായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് ഹെൽത്തിൻ്റെ കേസിൽ. അടുത്ത നോൺ നെഗോഷ്യബിൾ ആണ് സ്റ്റേ അവേ ഫ്രം ചീപ്പ് ഡോപ്പമിൻ. കട്ട് ഔട്ട് ആർട്ടിഫിഷ്യൽ ഷുഗർ. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പല ആൾക്കാരും എന്ത് ചെയ്യും, ചായയിൽ മധുരം ഒഴിവാക്കും, എന്നിട്ട് പുറത്ത് പോയിക്കാണ്ട് എല്ലാ സംഭവങ്ങളും കഴിക്കും. എല്ലാ അൽഫാം തൊട്ടെ സീഡ് ഓയിലും മന്തിയും മറ്റേ റൈസും ഈ റൈസും ആ റൈസും കുറേ ഗുനാഫയും അതും ഇതും അങ്ങനൊക്കെ കഴിക്കും. എന്നിട്ട് വീട്ടിൽ വന്നാണ്ട് ചായ എടുക്കുമ്പോൾ ചായയിൽ മധുരം ഇടണ്ടാവും. നിങ്ങൾ ചായയിൽ മധുരം ഇട്ടാലും കുഴപ്പമില്ല, അത് ഒരു എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷിറ്റി സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മതി. ഇത് നല്ലതാണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമ്മളൊരു ഇതിൽ പ്രകാരം ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ് എന്നുള്ള പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഭവമല്ല. അതേപോലെ തന്നെ ബിവെയർ ഓഫ് ഓൾ ദ ഡീജനറേറ്റ് മ്യൂസിക് ആൻഡ് മൂവീസ് ഇപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക ഭയങ്കര രീതിയിൽ കുറ്റം പറയുന്ന ആളെന്നല്ല, ഞാനും കാണലുണ്ട്. പക്ഷേ ഞാൻ കാണുന്ന മൂവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കണ്ട സാധനങ്ങൾ സ്റ്റീവ് ജോബ്സിൻ്റെ കഥ, ജോബ്സ് 2013, സോഷ്യൽ നെറ്റ്വർക്ക്, ഫേസ്ബുക്കിൻ്റെ കഥ. അതേപോലെ എനിക്ക് ഇനി കാണേണ്ട സംഭവമാണ് ഫൗണ്ടർ പറഞ്ഞ സിനിമ ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കഥ. അതുപോലെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഫോർഡ് വേഴ്സസ് ഫെറാറി. പിന്നെ അതേപോലെ നൈക്കിൻ്റെ എയർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, 2023 ഇറങ്ങിയത് തോന്നുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് മൈക്കിൾ ജോർഡനെ അതിലേക്ക് കൊണ്ടുവന്നത്, പോലെ സൈൻ ചെയ്തെന്നുള്ള കഥയും അത് അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് സിനിമകളാണെങ്കിൽ അതും കാണല്. സ്റ്റോക്ക് മാർക്കറ്റൊന്നും കാണില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ എൻ്റർപ്രണർഷിപ്പ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ മൈൻഡ്ലെസ് ആയിട്ടുള്ള സ്ക്രോളിങ്, യൂട്യൂബ് ബിഞ്ച് വാച്ച് ചെയ്യുന്നത്, വീഡിയോസ് ആഫ്റ്റർ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർത്തുക. പിന്നെ ബി കെയർഫുൾ വിത്ത് ഹൂ യു സ്പെൻഡ് യുവർ ടൈം വിത്ത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മനുഷ്യന്മാർ 3 കാറ്റഗറി ആൾക്കാരുടെ ഹാബിറ്റുകളും മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിക്ക് ചെയ്യും. 1 നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാർ, 2 ദ മെനി, 3 ദ പവർഫുൾ, ഒന്നാമത്തെ ദ ക്ലോസ്. അപ്പോൾ ഈ ക്ലോസ് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ പാരൻസ് ആവാം, നമ്മളെ സിബ്ലിങ്സ് ആവാം, നമ്മളെ എടുത്ത് ഏറ്റവും കൂടുതൽ അടുപ്പുള്ള ആൾക്കാരുണ്ടാവില്ല, നമ്മളെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ, ഇവരൊക്കെ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മാസസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദ മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോയി അവിടുത്തെ എല്ലാവരും, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ, ആവറേജ് ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. എംപ്ലോയ്മെൻറ്റിന് പോയി അവിടെയുള്ള എല്ലാവരും, നമ്മളൊരു ട്രൈബിലുള്ള എല്ലാവരും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണോ, അവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ഓവറോൾ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ, ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ദ പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്പിറേഷനായി കണ്ട് കാണുന്നത്, നമ്മൾ ഇൻസ്പിറേഷനായി കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, നമുക്കൊരു കുറച്ചുകൂടി എന്താ പറയുക, ഓല ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഓല ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഓല എന്തെങ്കിലും നമുക്ക് വേണ്ട സാധനം അച്ചീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ 3 ആൾക്കാരും സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പവർഫുള്ളായ ആൾക്കാർ, നിങ്ങളെ ഡിസൈഡ് ഔട്ട്കം അച്ചീവ് ചെയ്ത ആളുണ്ടാവുമല്ലോ, ഓരുടെ വീഡിയോസോ പോഡ്കാസ്റ്റോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഓരോ ബുക്കുകൾ നിങ്ങൾക്ക് വായിക്കാം. ദ മാസസ് അല്ലെങ്കിൽ ദ ആവറേജ് അല്ലെങ്കിൽ ദ മെനി, അവരിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കുക. കാരണം എന്താ വെച്ചാൽ ആവറേജ് ആൾക്കാരുടെ മൈൻഡിൽ ഷിറ്റി ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ നല്ല സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നോർമൽ സ്വഭാവമായിരിക്കാം. വർക്കൗട്ട് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്വഭാവമായിരിക്കും. സാധാ ഹെൽത്തി ആയിട്ടുള്ള ഹോംലി ഫുഡ് കഴിക്കുന്നത് ഓൾക്ക് ചിലപ്പോൾ ഡയറ്റ് ആയിരിക്കും. ഇങ്ങനെ കയറി തിങ്ക് ചെയ്യേണ്ടവ. അപ്പം അങ്ങനെയുള്ള പോലെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്താവും, പെട്ടെന്ന് ആ ഒരു സാധനങ്ങളെ അഫക്റ്റ് ആവും, ആ ഒരു വൈറസ് മാതിരിയാണ്. അതുപോലെ തന്നെ ദ ക്ലോസ് ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ഓലിൽ നിന്ന് അഡ്വൈസ് എടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഓലെ മൈൻഡ് സെറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ഡിസൈഡ് ഔട്ട്കം ഏകദേശം അത് ഏറ്റവും എന്തെങ്കിലും ബന്ധമുണ്ടോ, അച്ചീവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ
ആക്ച്വലി ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ക്ലോസിൽ നിന്നുള്ള അഡ്വൈസുകൾ മാക്സിമം എന്ത് ചെയ്യുക, കുറക്കുക, പവർഫുള്ളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ടു കീപ്പ് യു ഓൺ ട്രാക്ക്, നിങ്ങളെ മോട്ടിവേഷൻ ഡ്രോപ്പ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സാധനത്തിൽ എന്നെ വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു ഒരു ഇത് ഒന്നും കാണില്ല എന്നുണ്ടെങ്കിൽ, ടു കീപ്പ് യു ഓൺ ട്രാക്ക് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ദ പ്ലാറ്റ്യൂ ഓഫ് ലേറ്റൻറ്റ് പൊട്ടൻഷ്യൽ. അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മുടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അധികം ആൾക്കാരുടെയും വിചാരം, അല്ലെങ്കിൽ ഒരു പുതിയ സംഭവം തുടങ്ങുമ്പോൾ നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക എന്നാണ്. നമ്മൾ എത്രത്തോളം ഇങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി വരും, ഗ്രാജുവലി ഇങ്ങനെ ഇൻക്രീസ് ആയി വരും. പല എക്സാമ്പിളിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ഓരോന്നും ഇങ്ങനെ ഇട്ടു, നമ്മൾ ഓരോ ദിവസം കഷ്ടപ്പെട്ട് ഇങ്ങനെ കൂടുതൽ കഷ്ടപ്പെട്ടാണ് യൂട്യൂബ് വീഡിയോ ഇട്ട്. നമ്മൾ ഏകദേശം ഒരു മാസം ഇട്ടു, ആഴ്ചയിൽ ഒരു 3 വീഡിയോ ഇട്ട് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു 12 വീഡിയോ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫസ്റ്റത്തെ വീഡിയോക്ക് ആരും കാണില്ല, രണ്ടാമത്തെ വീഡിയോക്ക് ഒരു 100, മൂന്നാമത്തെ വീഡിയോക്ക് ഒരു 150, നാലാമത്തെ വീഡിയോക്ക് ഒരു 200 വ്യൂസ്, അങ്ങനെ കൂടി വരുന്നതൊക്കെയാണ് നമ്മൾ വിചാരം ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഓരോ മാസം ഇങ്ങനെ പോകുന്നതോടെ നമ്മളെ ബോഡി ഇങ്ങനെ ബെറ്ററായി ഇങ്ങനെ വരും. ആൾക്കാർ നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും, മറ്റുള്ളവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. ആക്ച്വലി അവിടെ നടക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡാൻ മാർട്ടൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബൈ ബാക്ക് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞ ബുക്ക് എഴുതിയ ആളാണ്. ഇപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ആളാണ്, അതേപോലെ തന്നെ ഒരു എൻ്റർപ്രണറാണ്. അയാളെ കണ്ടന്റ് കുറച്ച് ബ്രെയിൻ റോട്ടാണ്. പക്ഷേ ഈ ബന്ധവും മുമ്പ് വീഡിയോസ് പോയി കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 വർഷത്തെ വലിയ വ്യൂസ് ഇല്ല, 5K 3K 2K അങ്ങനെയൊക്കെയാണ്. പിന്നീട് 4ാമത്തെ വർഷമായപ്പോൾ അയാളെ ചാനൽ ടുക്ക് ഓഫ് ചെയ്തു. പിന്നെ പൊലം വ്യൂസാണ്, ഇപ്പോൾ 500K 1 മില്യൺ അങ്ങനത്തെ വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് കുറേ കാലം വളരെ കുറഞ്ഞ വ്യൂസും പിന്നെ പെട്ടെന്ന് ടുക്ക് ഓഫ് ചെയ്യുക, അല്ലാതെ കൂടി ഇങ്ങനെ വന്നിക്കല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു 6 മാസം നമുക്ക് മാറ്റം മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ വേറെ ഉള്ളവർക്കൊന്നും അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നീട് ഒരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, എടാ ഈ എന്ത് ഫുഡാണ് കഴിക്കുന്നത്, എൻ്റെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ്, ഈ വർക്കൗട്ട് പ്ലാൻ എങ്ങനെയാണ്, എങ്ങനെ ഇതിന് ടൈം മാറ്റിയേക്കൽ, ഇങ്ങനത്തെ അഡ്വൈസൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നമ്മൾ അത്രയും കാലം എഫേർട്ട് ഒരേപോലെ ഇടുന്നു, പക്ഷേ അതിനനുസരിച്ച് റിസൾട്ട് വരുന്നില്ല. കാരണം ഈ ടൈം നമ്മളെ ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് കാലം എടുക്കും, കുറച്ച് ഡിലേ ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു സാധനം തുടങ്ങി നമ്മൾ കുറച്ച് കാലം റിസൾട്ട് കണ്ടില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പ്ലാറ്റ്യൂ ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യൽ ആലോചിച്ചാൽ മതി. ടൈം നമ്മളിപ്പോൾ എത്തിയിട്ടില്ല, ടൈം വരുമ്പോൾ ആ റിസൾട്ട് ഒറ്റ പോക്കാണ് പോകുമ്പോൾ. അധികം ആൾക്കാരും കുറേ കാലം ഇതേപോലെ എഫേർട്ട് ഇടും, എന്നിട്ട് എഫേർട്ട് ഇട്ടാണ്ട് വലിയ റിസൾട്ട് കാണില്ല. ചിലപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടാവും, കുറച്ച് കാലം കൂടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോലെ ബിഗ് ബ്രേക്ക് അവിടെ നിന്നേക്കാരം വരുന്നുണ്ടാവുക, ഓലെ വീഡിയോ വൈറലാവാൻ പോവുകയാരം, അല്ലെങ്കിൽ ഓലെ ബോഡി അവിടെ നിന്നേക്കാരം സെറ്റ് ആവുന്നുണ്ടാവുക. പക്ഷെ ഓലത് ചിന്തിക്കൂല. ഓലെന്ത് ചെയ്യും, ഇങ്ങനൊരു ഡിഫിക്കൽറ്റി വരുമ്പോൾ അതിനാണ് വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്, ഓലവിടെ ക്വിറ്റ് ചെയ്യും. ഇഫ് യു ആക്ച്വലി വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്, നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ലൈഫിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദിസ് വീഡിയോ യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളെ നോൺ നെഗോഷ്യബിൾസ് എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ എൻ്റെതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്, എത്ര കാലം നിങ്ങൾ മങ്കുമോഡ് ചെയ്യണം. അതുപോലെ തന്നെ ആൾവേസ് കീപ്പ് സ്പേസസ് ഇൻ ബിറ്റ്വീൻ. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മളൊരു വീക്ക്ലി പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഒരു ഓഫ് ആയിക്കാണ്ട് കൊടുക്കുക. ഓഫ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ബഫർ എന്നുള്ള രീതിയിൽ. അതായത് ലൈഫാണ്, എന്താണ് പെട്ടെന്ന് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ ഈ ദിവസം പറ്റും. നമ്മളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം മിനിറ്റ് ബൈ മിനിറ്റ് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് പ്രകാരം എല്ലാം നടക്കണമെന്നില്ല. പല അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങൾ വെച്ചാൽ നമ്മൾ ഒരു ദിവസമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അത് പിന്നെ നെക്സ്റ്റ് നമ്മളെ എഫേർട്ടിനെ ബാധിക്കും, പിന്നെ നമ്മളെ മോട്ടിവേഷനൊക്കെ ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾവേസ് കീപ് സ്പേസസ്, ടേക്ക് ആക്ഷൻ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.